നമസ്കാരം. എറണാകുളത്തെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ ഇപ്പോൾ 3 പേരെ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. വൻഷിക ഫ്ളാറ്റിലെ താമസിച്ചിരുന്ന കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യലിന് ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നിന്നും സമീപത്തെ മാലിന്യപ്പെടുന്ന മറ്റൊരു പ്ലോട്ടിലേക്ക് ഈ കുട്ടിയുടെ മൃതദേഹം, നവജാത ശിശുവിന്റെ മൃതദേഹം വലിച്ചെറിയുന്നതിനിടയിൽ കമ്പിൽ തട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു. മാത്രമല്ല ആ മാലിന്യം തള്ളുന്ന ഭാഗത്തേക്ക് നല്ല ദൂരമുള്ളതുകൊണ്ടും ഇവർ എറിഞ്ഞ ശക്തി കുറവായതുകൊണ്ടും അത് റോഡിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. അല്പസമയത്തിനകം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതികളെ അല്പസമയത്തിനകം തന്നെ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. പോലീസ് അതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുകയാണ്. കമ്മീഷണർ എന്തായാലും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കമ്മീഷണർ അല്പസമയത്തിനകം തന്നെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്രൈം സീനിലേക്ക് പോവുകയാണ് അദ്ദേഹം. പ്രതികളെ അദ്ദേഹം ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക്, അതായത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ അദ്ദേഹം ഈ പ്രതികളെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ എത്തി ഈ ക്രൈം സീൻ അദ്ദേഹം പരിശോധിക്കുന്നത്. കമ്മീഷണർ ഈ ഫ്ളാറ്റിന്റെ പുറത്ത് വന്നു നിന്ന് ഇതെങ്ങനെയായിരിക്കാം, ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുവാനായി അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിരീക്ഷണം നടത്തുകയാണ്. അക്യൂസ്ഡ് കൺഫസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്, അത് നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു കോവേർഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ദയവേത് നിങ്ങൾ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞിട്ട് ഈ മരണ കാരണം ഇപ്പോ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ഇത് അല്ല, അത് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അത് അറിയാൻ പറ്റൂ. അപ്പൊ ഭാഗത്തു നിന്നുള്ള മൊഴി ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോ പുറത്ത് പറയാൻ പറ്റില്ല. പാരന്റ്സിന് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. പാരന്റ്സ് അറിഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നുള്ള ഒരു പാനിക്കിലായിരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. ഈ പ്രസവം കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ ഒരു പാനിക് ആയിരുന്നു. പക്ഷെ പാരന്റ്സ് ഇത് അറിഞ്ഞിട്ടില്ല. പാരന്റ്സിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമാന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ. കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല. സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ആ വൈദ്യസഹായവും അതിന് തുടർന്ന് അറസ്റ്റും ബാക്കി ഫോർമാലിറ്റീസും ഉടനെ തന്നെ ചെയ്യുന്നതാണ്. പാരന്റ്സ് ഇൻവോൾവ് അല്ല. പാരന്റ്സ് അറിഞ്ഞിട്ടില്ല. ഇത് ഏതിന്റെ അല്ല, അതാണ് ഞാൻ പറഞ്ഞ. അതിനകത്ത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോ അത് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ആ അക്യൂസ്ഡിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണെന്നുള്ളത് അത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു, പാരന്റ്സിന് അറിയില്ലായിരുന്നു. കുട്ടിക്ക് എത്ര മാസം പ്രായമുണ്ട്, അങ്ങനെ ഒരു കണക്ക് ഉണ്ടോ? ഏത് ഈ മരിച്ച കുട്ടിക്ക് എത്ര പ്രായം, ബോഡിക്ക് എത്ര മാസം? മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത്, ഏകദേശം 5 മണിയോടെ. പിന്നെ 8 മണിക്കാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം ഇപ്പൊ 3 മണിക്കൂർ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിനുള്ളിലായിരുന്നു ഈ സംഭവം, ഇൻസിഡന്റ് നടന്നത്. ബാൽക്കണി ഏത് മാസമില്ല, ഇന്ന് രാവിലെയാണ്. 3 മണിക്കൂർ. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. വീട്ടിനകത്തേക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് റോഡിലേക്ക് എറിഞ്ഞു. അത് കുഞ്ഞിന്റെ അമ്മ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് ഇവര് താമസിച്ചുകൊണ്ടിരുന്നത്. അതെ, വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരന്റ്സ് പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് പറയാൻ കഴിഞ്ഞത്. അതെ, വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ലൈവ് ബർത്ത് ആണെന്നാണോ അതോ ചാപ്പലാണോ? അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. അത് വെദർ ഇറ്റ് ഇസ് എ സ്റ്റിൽ ബോൺ ചൈൽഡ് ഓർ വെദർ ഇറ്റ് ഇസ് ലൈവ് ബേബി. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. കൺഫെഷനിൽ അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഒരു ഷോക്കിലും പാനിക്കിലും ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. അറസ്റ്റ് രേഖപ്പെടുത്തും, ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതെ, അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായിരിക്കും. അതെ, മെഡിക്കൽ ചെക്കപ്പ്, ബാക്കി പ്രൊസീജിയർ, അതുപോലെ തന്നെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം എല്ലാം അതിന്റെ പ്രൊസീജിയറൽ ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ടീം പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് പ്രഥമ ദൃഷ്ടിയാൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ അത് പറയുന്നുണ്ട്. പാരന്റ്സും അത് തന്നെയാണ് കൊറോബറേറ്റ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോ ഇരിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അത് ഡീറ്റെയിൽസ് ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷനിലെ പുറത്തു വരികയുള്ളൂ. ഇത് വിവാഹിതല്ല. അതെ, മർഡർ കേസാണ്. എന്തായാലും കൊലപാതക വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതി, അതായത് കുട്ടിയുടെ അമ്മ, ഈ പെൺകുട്ടി, 22 വയസ്സുള്ള പെൺകുട്ടി ഈ കുറ്റം സമ്മതിച്ചിരിക്കുന്നു പോലീസിന് മുമ്പാകെ. ഇനി കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമാകും കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുള്ളതാണോ അതോ പ്രസവിച്ച സമയത്ത് ചാപിള്ളയായിട്ടാണോ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാകും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുക. റേപ്പ് നടന്നിട്ടുള്ളതായിട്ട് പോലീസിനൊരു സംശയമുണ്ട്. അതിനി ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചായിരിക്കും ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേര് വിവരങ്ങളൊന്നും പുറത്ത് പറയരുത് എന്ന് പോലീസ് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകും. മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഈ ബോഡി വലിച്ചെറിഞ്ഞതും ഈ കുട്ടിയുടെ മാതാവ് തന്നെയാണ് എന്നാണ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വകുപ്പുകൾ ഈ ഗർഭത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആൾക്കാരെയും കേസെടുക്കുമെന്ന് ഇപ്പോൾ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ, ഏകദേശം ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ഈ കുഞ്ഞിന്റെ അമ്മ ആരാണ്, ഈ കൃത്യം നടത്തിയത് ആരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ വേഗം തന്നെ പ്രതിയിലേക്ക്, ഈ കുറ്റം നടത്തിയ ആളിലേക്ക് എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് അഭിമാനിക്കാൻ ഉള്ളത്. കൊച്ചിയിൽ നിന്നും PT ഉല്ലാസിനോടൊപ്പം R. പീയൂഷ്, മറുനാടൻ TV.